അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഓടമുളകൾ, അതായത് ബാമ്പു നമുക്ക് മുറിച്ചെടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള മുളകളൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് 4 കാലുകൾ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 4 കുഴികൾ എടുക്കുന്നുണ്ട്. അളവെടുത്ത് 4 കുഴികൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെറിയ കുഴികളാണ് നമ്മൾ എടുത്തത്. ആ ചെറിയ കുഴികളിലേക്ക് നമ്മൾ നമ്മുടെ പോട്ട്, നമ്മുടെ സിമെൻറ്റ് പോട്ട്, നമ്മൾ നിർമ്മിച്ചെടുത്ത സിമെൻറ്റ് പോട്ട് തന്നെയാണ് അത്. 4 പോട്ട് നമ്മൾ ആ കുഴികളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പോട്ട് നന്നായിട്ട് അവിടെ ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. നാല് പോട്ടും വെച്ച ശേഷം അത് വാട്ടർ ലെവലിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതായത് 4 പോട്ടും ഒരേ ഉയരം വരുന്ന രീതിയിൽ നമ്മൾ വാട്ടർ ലെവലിൽ പിടിച്ചത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് 4 പോട്ടും നമ്മൾ ഒരേ അളവിൽ ഒരേ ഉയരം വരുന്ന രീതിയിൽ വാട്ടർ ലെവലിൽ പിടിച്ച് റെഡിയാക്കി ഉറപ്പിച്ചെടുത്തു. ഇനി നമുക്ക് 4 കാലുകൾ നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ മുളയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കാലിനുള്ളിലേക്ക് നടുഭാഗത്ത് വെച്ച ശേഷം നമ്മൾ അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 പോട്ടിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ കാലുകൾ ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കണം. അപ്പോൾ അത് 4 കാലുകൾ നമ്മൾ പോട്ടുകളിൽ വെച്ച ശേഷം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് റെഡിയാക്കിയെടുത്തു. ഇനി നമ്മൾ 2 ഭാഗത്തേക്കായിട്ടുള്ള 2 ഉത്തരത വണ്ണം കൂടിയ മുളയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കാലിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ വെച്ച ശേഷം ഒന്ന് അതിൻ്റെ ആ കാല് വരുന്ന ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ ഹോള് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ അവിടെ ഹോള് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഒരു ഹോൾ തയ്യാറാക്കി, ആ ഹോൾ തയ്യാറാക്കിയ ശേഷം നമ്മൾ കാലിനുള്ളിലേക്ക്
ഇതേപോലെ നമ്മൾ കടത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ കാലിൻ്റെ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി എടുത്ത ശേഷം രണ്ട് ഭാഗത്തും നമ്മൾ ഹോളുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഹോൾ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാലിന് മുകളിലേക്ക് നമുക്കിതാ ആ ഹോള് കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഇത് ഫിറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഇതേപോലെ രണ്ട് ഉത്തരങ്ങളും ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തെ ഉത്തരങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇതേപോലെ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയറൊന്നും വേണ്ട, കെട്ടേണ്ട ആവശ്യമൊന്നും ഇത് വരുന്നില്ല. ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതൊക്കെ നമ്മുടെ ഈ ഉത്തരം നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഫിറ്റ് ചെയ്ത ഉത്തരം എടുത്തതിന് ശേഷം അതായത് നമ്മൾ കാലിന് വേണ്ടിയിട്ട് ഹോൾ തയ്യാറാക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സോ ബ്ലേഡ് കൊണ്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നടുഭാഗം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. ആദ്യത്തെ ഒരു ഉത്തരത്തിന് മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഹോളുകൾ തയ്യാറാക്കിയെടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ഉത്തരം അതേ അളവിൽ വെച്ച ശേഷം ഹോളുകൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഹോളുകൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഉത്തരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ ഹോളുകൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉത്തരം രണ്ട് ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഉത്തരങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. നമ്മൾ വണ്ണം കുറഞ്ഞ ഓടയുടെ പീസുകൾ നമ്മൾ ഇതേപോലെ ചീന്തി എടുത്തിട്ടുണ്ട്. അത് ഒരു ഭാഗത്തെ ഉത്തരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ തയ്യാറാക്കിയ ഹോളിൽ കടത്തിയ ശേഷം മറ്റേ ഭാഗത്തെ ഉത്തരത്തിൻ്റെ മുകൾ ഭാഗത്ത് തയ്യാറാക്കിയ ഹോളിലേക്ക് നമ്മൾ ഇതേപോലെ കടത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വളച്ച് നമ്മൾ ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്തേക്ക് നമ്മളത് ഓരോ പീസുകളും ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ പീസുകളും നമ്മളിതാ ഒരു ഭാഗത്തെ ഹോളിൽ കടത്തിയ ശേഷം മറ്റേ ഭാഗത്തെ ഉത്തരത്തിൻ്റെ ഹോളിലേക്ക് കടത്തി ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2, 4, 6, 7 പീസുകളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ 7 പീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിലങ്ങനെയുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓടമുളയുടെ ചീന്തിയെടുത്ത് നമ്മൾ വണ്ണം കുറഞ്ഞ പീസുകൾ നമ്മൾ ചീന്തിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കെട്ടിയെടുക്കണം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കള്ളികളായിട്ട് നമ്മളത് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഓരോ പീസുകളായിട്ട് നമ്മൾ വിലങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് അടിഭാഗത്ത് നിന്നും ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്ത് വരുന്നത് വരെ നമുക്ക് ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇതേപോലെ വിലങ്ങനെയുള്ള പീസുകൾ കെട്ടിയെടുക്കാം.
പോർച്ചിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മേൽപ്പൂരൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കെട്ടുകളൊന്നും വരുന്നില്ല, കയറ് കൊണ്ടുള്ള കെട്ടുകളൊന്നും വരുന്നില്ല. നമ്മളിതിന് ഹോള് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുത്തതാണ്. അപ്പോൾ ഫുള്ള് ബാമ്പു ആണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ നമുക്കിത് ഹാഫ് ഭാഗം ഇത് മറച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും അതായത് നമ്മുടെ ഈ പോർച്ച് നമ്മൾ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു അടിപൊളി സ്റ്റുഡിയോ ആക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പം പോർച്ച് ആൻഡ് സ്റ്റുഡിയോ ആയിട്ടാണ് ഇത് വരിക. അത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമുക്ക് കാണാനുണ്ടാവുക. അതായത് നമ്മുടെ ഇത് സ്റ്റുഡിയോ ആക്കി മാറ്റുന്നത് ഇതിൻ്റെ പാർട്ട് 2ലാണ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം. അപ്പോൾ പോർച്ചും സ്റ്റുഡിയോ രണ്ടുമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പോർച്ചിൻ്റെ മേൽപ്പുരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാർപ്പായ ഇടണം. അപ്പോൾ ടാർപ്പായ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റ് അളവൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ടാർപ്പോളിൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിൽ ടാർപ്പോളിൻ നമുക്ക് വിരിക്കാം. അത് നമ്മൾ ടാർപ്പോളിൻ കെട്ടുന്നൊന്നുമില്ല, കയർ ഉപയോഗിച്ച് വലിച്ച് കെട്ടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ പോർച്ച് റെഡിയായി. ഇനി നമ്മുടെ വണ്ടി കയറ്റി ഇതിനുള്ളിലേക്ക് വെക്കുകയാണ്. നമ്മളിപ്പോൾ സ്കൂട്ടറാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനുള്ളിലേക്ക് വെക്കാൻ കഴിയും. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റുഡിയോ ആയി ഇത് മാറ്റുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.